നമസ്കാരം. ജപ്പാനിലെ കുമരോളോ പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി മരണങ്ങളാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. ദുരന്തത്തെ തുടർന്ന് പ്രദേശത്ത് സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ മേഖലയിലെ ആണവ കേന്ദ്രങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കുമാമോട്ടോ നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് സെന്റർ ഭാഗികമായി തകർന്നു വീണിട്ടുണ്ട്. ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപകട സമയത്ത് നിരവധി ആളുകൾ മാളിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ളതായി സംശയിക്കുന്നുണ്ട്. 2016 ഭൂകമ്പത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഈ ഷോപ്പിംഗ് മാൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ജൂൺ 13 വീണ്ടും തുറന്നു പ്രവർത്തിച്ചിരുന്നത്. ദുരന്തത്തിൽ നിലവിൽ 50-ലധികം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രദേശത്ത് നിരവധി വീടുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 4000-ലധികം സന്നദ്ധ പ്രവർത്തകർ രംഗത്തുണ്ട്. എന്നാൽ മേഖലയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂട് രക്ഷാപ്രവർത്തകർക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഭൂകമ്പം സാരമായി ബാധിച്ച ക്യൂഷുവിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതുവരെ 10,000-ലധികം ആളുകളെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ജപ്പാനിൽ ശക്തമായ ഭൂചലനമുണ്ടാകുന്നത്. ചെറുതും വലുതുമായ 10,000-കണക്കിന് ഭൂകമ്പങ്ങളാണ് ഓരോ വർഷവും ജപ്പാൻ നേരിടുന്നത്. 1923 1,40,000-ലധികം മനുഷ്യജീവനുകൾ കവർന്ന ഗ്രേറ്റ് കാൻഡ്രോ ഭൂകമ്പം തകർത്ത കണ്ണീരോർമ്മകൾ ഇന്നും ആ രാജ്യത്ത് നിന്ന് മറഞ്ഞിട്ടില്ല. 1995 കോബൈ ദുരന്തവും 2011 മാർച്ച് 11 റിക്ടർ സ്കെയിലിൽ 9.0 തീവ്രത രേഖപ്പെടുത്തിയ തോഹോക്കു മേഖലയിലെ മഹാഭൂകമ്പവും അതിനെ തുടർന്നെത്തിയ സുനാമിയും വിതച്ച വൻ നാശനഷ്ടങ്ങൾ ജപ്പാൻ ജനതയുടെ മനസ്സിലെ മായാത്ത മുറിവുകളാണ്. എങ്കിലും ഓരോ പ്രകൃതി ദുരന്തത്തിന് ശേഷവും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചുവരാൻ ജപ്പാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രകൃതി ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെ അതിജീവിക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളും മുൻകരുതലുകളും അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും എത്രയൊക്കെ സുരക്ഷാ കവചങ്ങൾ തീർത്താലും മനുഷ്യന്റെ ശക്തിക്കും സാങ്കേതിക വിദ്യകൾക്കും മുകളിൽ പ്രകൃതിയുടെ പ്രഹരം ആഞ്ഞു പതിക്കുക തന്നെ ചെയ്യും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പുതിയ ദുരന്തവും. എന്തായാലും 13 പേർ മരിച്ചതായിട്ടാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പലരും കുടുങ്ങിക്കിടക്കുകയാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം എപ്പോഴും ഇത്തരത്തിൽ ഭൂകമ്പം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. പല വിദഗ്ധരും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഒഴിഞ്ഞു പോകാൻ സാധിച്ചിരുന്നു. എന്നാൽ അതിനു മീതെയാണ് ഈ ഒരു ഭൂകമ്പം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. നിരവധി സ്ഥലത്ത് വൈദ്യുതി പോലും തകർന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെയും കാര്യമായി തന്നെ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്.